Therefore I tell you, do not be anxious about your life, what you will eat or what you will drink, nor about your body, what you will put on. Is not life more than food, and the body more than clothing? Look at the birds of the air. They neither sow nor reap nor gather into barns, yet your heavenly Father feeds them. Are you not of more value than they? And which of you, by being anxious, can add a single hour to his span of life? Therefore, do not be anxious, saying, what shall we eat? What shall we drink? Or what shall we wear? For the Gentiles seek all these things, and your heavenly Father knows you need them all. But seek first the kingdom of God and his righteousness, and all these things will be added to you. Therefore I tell you, ഫരിസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. ബന്ധുക്കളിലായാലും സുഹൃത്തുക്കളിലായാലും ചില വാമനന്മാർ പതിയിരിപ്പുണ്ട്. അവരുടെ വിശ്വരൂപം പുറത്തു വരണമെങ്കിൽ നമ്മളൊന്ന് വീണുപോകണം. വീണുപോയ ആ ഇടത്തു നിന്ന് നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ വല്ലാത്ത വെമ്പലായിരിക്കും പിന്നെ അവർക്ക്. ഇന്നലെ വരെ തോളോട് ചേർന്ന് നടന്നവർ നമ്മുടെ വീഴ്ചയെ ആഘോഷമാക്കുന്നത് കണ്ട് നമ്മൾ തളർന്നു പോകും. എത്ര പെട്ടെന്നാണ് മനുഷ്യരൊക്കെയും നിറം മാറുന്നത്. അടക്കി വെച്ചിരുന്ന മറ്റൊരു രൂപം അവരിലുണ്ടായിരുന്നെന്ന് തിരിച്ചറിയുമ്പോഴേക്ക് ശത്രുക്കളോടൊപ്പം ചേർന്ന് നമ്മളെ ചവിട്ടിത്താഴ്ത്തിയിരിക്കും അവർ. ഒപ്പം നടക്കുന്നവരെല്ലാം നമ്മുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്നവരല്ല. സ്നേഹത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞവർ കാത്തിരിക്കുന്നതൊക്കെയും നമ്മുടെ വീഴ്ചകളെയാണ്, നമ്മുടെ ബലഹീനതകളെ മറ്റൊരേക്കാളും മനസ്സിലാക്കി അവസരം കാത്തിരിക്കുന്നവർ. നമ്മളെ വീഴ്ത്താൻ കൃത്യമായി എവിടെ ചവിട്ടണമെന്ന് ശത്രുവിനേക്കാൾ നന്നായി അവർ മനസ്സിലാക്കിയിരിക്കും. ഒന്ന് തളർന്നു പോകുന്ന ആ ഒരു നിമിഷത്തിൽ കൃത്യമായി ചവിട്ടും അവർ. ശത്രുവിനെയും മിത്രത്തിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞാലും മിത്രങ്ങളുടെ കൂട്ടത്തിലെ ആട്ടിൻതോല അണിഞ്ഞ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നിടത്ത് മനുഷ്യർ പരാജയപ്പെട്ടു പോകും. എല്ലാവരോടും എല്ലാം പങ്കുവയ്ക്കുമ്പോഴും നമ്മുടേതായ ചിലത് നമ്മളിൽ ബാക്കി വെക്കണം. വീണു പോകുമ്പോൾ കയറി വരില്ലെന്ന് ഉറപ്പിച്ച് കൈകൊട്ടിച്ചിരിക്കുന്നവരെ അമ്പരിപ്പിച്ചുകൊണ്ട് കയറി വരാൻ പാകത്തിൽ അവരറിയാത്തൊരു വഴി നമ്മളിൽ ഉണ്ടാകണം. മുൻകൂട്ടി അറിയാത്തത് കൊണ്ട് അവർക്ക് അടച്ചുപൂട്ടാൻ കഴിയാതിരുന്ന ആ വഴിയിലൂടെ പിടിച്ചു കയറണം. അതിന് അങ്ങനെയൊരു വഴി നമ്മളിൽ മാത്രമായി സൂക്ഷിച്ചിരിക്കണം. എല്ലാ രഹസ്യവും എല്ലാവരോടും പങ്കുവെച്ചവർ ചതിയുടെ പത്മവ്യൂഹത്തിൽ അകപ്പെട്ടു പോയ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ചിലതൊക്കെ ചിതവരെയും നമ്മളിൽ ഒതുങ്ങണം. നമ്മളിൽ മാത്രമായി ഒതുക്കണം കടപ്പാട്.
If your own followers can't figure out how best to share or live your teachings, then why should anyone else? Sit down. That's your answer. I don't mean you, I mean my students. Sit with me. Now? Yes, please. Rabbi, we didn't come here to cause trouble. But it would appear that trouble has found us. So then we should address it. And how do you propose to do that, Big James? My friends, sit with me. We cannot go any further until we agree on something. I'm a rabbi, and as these Jewish brothers will tell you, we like to teach by asking questions. We all like to solve problems by talking. Begins with a disagreement, even better. Rabbi, we look weak and defenseless. On the way to Jairus' house in Capernaum, what happened when the woman Veronica touched me? Power went out from you. No, I mean, what happened to her? She was healed by touching the fringe of your garment. No. You said, "Daughter, go in peace. Your faith has made you well." Your what? Faith. Her faith. Many of you are afraid right now, instead of choosing to have faith in me. Rabbi, increase our faith. Judas, if you had faith the size of a grain of mustard seed, you could say to a mulberry tree, be uprooted and planted in the sea, and it would obey you. Truly, if you have faith like a grain of mustard seed, you could say to a mountain, move from here to there, and it will move, and nothing will be impossible to you. How do we get there? Like Judas said, you increase our faith. It's not about size, Philip. It's about who your faith is in. If your faith is secure in God, trusting His promises, choosing His will for your life instead of your own, this sized faith is enough. These people we are ministering to, they are like bees hovering among the flowers, waiting for them to open up so they can sip the nectar and spread it to others. If your own followers can't figure out how best to share or live your teachings, നല്ല ചിന്ത. അയൽക്കാരായ രണ്ട് കൂട്ടുകാർ ഒരേ മരത്തിൻ്റെ തൈകൾ ഒരേ ദിവസം ഒരു മതിലിനെ ഇരുവശവുമായി നട്ടുപിടിപ്പിച്ചു. രണ്ടുപേരും വളരെ നന്നായി അവരവരുടെ തൈകളും പരിപാലിച്ചു വന്നു. കാലങ്ങൾ കഴിഞ്ഞു. തൈകൾ വളർന്നു വലുതായി. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി വലിയൊരു കാറ്റും മഴയും ഉണ്ടായി. കൂട്ടുകാരിൽ ഒരാളുടെ മരം കടപുഴുകി വീണു. അയാൾക്ക് വലിയ വിഷമമായി. അയാൾ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും ഒരേ മരത്തിൻ്റെ ചെടികൾ ഒരേ ദിവസമല്ലേ നട്ടത്? എന്നിട്ട് എൻ്റെ മരം മാത്രം എന്തേ കടപുഴുകി വീണത്? ഞാൻ നൽകാത്ത എന്ത് പ്രത്യേക പരിപാലനമാണ് നീ നിൻ്റെ ചെടിക്ക് നൽകിയത്? അതിന് സുഹൃത്ത് പറഞ്ഞ മറുപടി ഇങ്ങനെ, ഞാൻ എൻ്റെ ചെടിക്ക് അത്യാവശ്യം വേണ്ടുന്ന വെള്ളവും വളവും മാത്രമേ നൽകിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അന്വേഷിച്ച് അതിൻ്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. അതിനാൽ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ അതിനായി. എന്നാൽ നീ നിൻ്റെ മരത്തിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളവും വളവും നൽകിയാണ് വളർത്തിയത്. അതുകൊണ്ട് അതിൻ്റെ വേരുപടലങ്ങൾ ആഴത്തിൽ ഇറങ്ങിയില്ല. പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനാകാതെ അത് കടപുഴുകി വീണു. ആവശ്യത്തിലധികം വെള്ളവും വളവും നൽകി ചെടിയെ പരിപാലിച്ച കൂട്ടുകാരനെ പോലെയാണ് ഇന്നത്തെ മിക്ക മാതാപിതാക്കളും. അറിവിനോടൊപ്പം ആവശ്യത്തിലധികം പണവും സുഖസൗകര്യങ്ങളും മക്കൾക്ക് കൊടുക്കുമ്പോൾ തിരിച്ചറിവിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ വിരളമാണ്. അതുകൊണ്ടാണ് ചെറിയൊരു പ്രതിസന്ധിയെപ്പോലും തരണം ചെയ്യാനാവാതെ അവർ വാടിത്തളർന്ന് വീഴുന്നത്. തങ്ങളുടെ കഴിവിനപ്പുറമുള്ള ജീവിത സൗകര്യങ്ങൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നവർ പ്രതിസന്ധികളോട് പാടവെട്ടാൻ മക്കളെ പ്രാപ്തരാക്കാൻ മറന്നു പോകുകയാണ്. പരിലാളനങ്ങൾ വേണ്ടത് തന്നെ, എന്നാൽ ആവശ്യത്തിലധികമായാൽ എന്തും ആപത്ത് ക്ഷണിച്ചു വരുത്തും. കാണാതെ കേഴുന്നോളേ 6 കോരി 100 കോരി തോണി വന്നെ ഓടി വന്നെ ഹോയ് പൊന്നലയിൽ അമ്മാനമാടി എൻ തോണി അങ്ങേ കരേ പോയി വാ പൊന്നലയിൽ അമ്മാനമാടി എൻ തോണി അങ്ങേ കരേ പോയി വാ. കുരിശിന്റെ ഭാരം ഒന്നു താങ്ങാൻ കഴിഞ്ഞിരുന്നു.
കഴിഞ്ഞിരുന്നെങ്കിൽ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.